അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഒരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ താജ്മഹൽ കാണാൻ പോവാണ് ഗൈസ്. ആഗ്രയിലും പോവും. ആഗ്രയിലാണ് താജ്മഹൽ ഉള്ളത്. നീ ഇവിടെ പോകുന്നു? ഞാനും താജ്മഹൽ കാണാൻ പോകുന്നു. അപ്പോൾ ശരി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് നിന്ന് ട്രെയിൻ പിടിച്ചു, തൃശ്ശൂരൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് നമുക്കൊന്ന് ഒരു ചെറിയൊരു ഇൻട്രോ പോലെ എടുക്കാൻ കഴിഞ്ഞത്. ശില്പയുടെ 2 മക്കളും നമ്മുടെ ഫസ്റ്റ് ജോയിൻ ചെയ്തു കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് ജോയെ പരിചയപ്പെടുന്നത്. ജോ ഓടി വന്ന് നിങ്ങളടുത്ത് ചോദിച്ചു അന്താക്ഷരി കളിക്കാം എന്ന് പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ശരിക്കും ജോ വന്ന് ജോയിൻ ചെയ്തതോടുകൂടി എന്താ പറയുക, നമ്മുടെ ഈ ട്രിപ്പിൻ്റെ മൂഡ് തന്നെ വേറൊരു രീതിയിലോട്ടായി. 2 മക്കളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. അത് ദേവുവും ആമിയുമാണേ. ഇവരുടെ അച്ഛനെ കാണാൻ മിലിറ്ററി, അതായത് ആഗ്രയിലോട്ടാണ് യാത്ര ആവുന്നത്. ഞാൻ പാടുന്നില്ല. കരളേ കരളിന്റെ കരളേ. അവരിപ്പോ ഒന്നിവിടെ ഇരുന്ന് എന്റെ കള്ളക്കടലിൽ താമരക്കാവോ തേനോ തേന്നില്ലാവോ മാമരമുത്തോ മല്ലിക്കൂടുമ്പോ മേനോ മാറിവില്ലോ. അങ്ങനെ ആദ്യത്തെ ദിവസം അങ്ങനെ തന്നെ അങ്ങ് പാട്ടും ബഹളമൊക്കെ ആയിട്ടാണ് പോയി. യഹാൻകുട്ടന് നല്ലൊരു കൂട്ടുകാരായിരുന്നു കേട്ടോ, ദേവുവും ആമിയും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി കഴിയും. എല്ലാവരും നല്ല വർക്കൗട്ട്. എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഫുഡാണ് ഗൈസ് ഇത്. പഴം മേടിച്ചിട്ടുണ്ട്. അഴകേ നിൻമിഴി നീർക്കുളിയിൽ കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിലെ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മുഴുകി നിൽക്കുമിൽ വിരഹവേള തന്നുംബരം കൈക്കുടന്നയിൽ ഞാൻ ജീവനിൽ പങ്കിടാം, ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിലും അഴകേ നിൻമിഴി നീർക്കുളിരിൽ തൂവരുതേ പൂന്തു കൂടാമോ എന്നെ കൂടാല്ലോ എന്നെ ഉള്ളിൽ പൂക്കാലം തെന്നാമലേ പൂലം തോടം കൂടാമോ എന്നോടിഷ്ടം കൂടാമോ എന്നെ കൂടാം ഇല്ലല്ലോ എന്നെ പൂക്കാലം. കുറേ നേരം ഞങ്ങൾ അന്താക്ഷരി കളിച്ച് മടുത്തു. പിന്നെ നമ്മൾ യൂനോ കാർഡ് എടുത്തു കേട്ടോ. യൂനോ കാർഡും കളിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു വേറെ 2-3 പേര് കൂടെ നമ്മളോട് വന്ന് ജോയിൻ ചെയ്തു കേട്ടോ. ശരിക്കും ശരിക്കും മലയാളികളായ ട്രാവലേഴ്സാണ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഈ 2 ദിവസം 3 ദിവസം എന്നുള്ളതൊക്കെ അങ്ങ് മറക്കും കേട്ടോ. നല്ല രസകരമായിട്ട് വന്ന് നമുക്ക് പോകാൻ കഴിയും. അതെ, അവിടെ എന്തൊരു വീട് കെട്ടിയിരിക്കുന്നു, പാവപ്പെട്ട കടക്ക്. വീർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലൂടെ ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
കാറ്റിലും വീഴാതെ നിൽക്കുമെന്റെ ഞാൻ തന്നെ എഴുതിയതാ. 20 രൂപ ഞാൻ ഞാൻ തന്നെ ചെറിയ ഫോട്ടോസ്റ്റാറ്റ് മിസ്സുമാർക്കും ഇംഗ്ലീഷാണ്, എല്ലാവർക്കും മനസ്സിലാവും. Don't worry about the thing, cause every little thing is gonna be alright. Rise up this morning, smile with the rising sun. Sweet little birds step by my doorstep, singing songs of melodious pure and true. Singing. കേൾക്കുന്നുണ്ട്. ഇത് വീണ്ടും പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. Don't worry about the thing. പേടിക്കണ്ട, About the thing. ഹാരത്തിനെ പേടിക്കണ്ട. About that thing. അതിനെ പറ്റി. Cause every little thing is gonna be alright. എല്ലാരും ഓക്കെ ആവും. Rise up this morning, smile with. രാവിലെ എണീക്കൂ, ചിരിക്കൂ. അങ്ങനെയും പറയാം. ഒറ്റ മിനിറ്റ്. റേഞ്ച് വന്നു ഫോണ് റേഞ്ച് വന്നു. അപ്പൊ താങ്കളൊക്കെ തുടങ്ങി. നമുക്കറിയാവുന്ന പാട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാട്ട് പറയട്ടെ? സ്വീറ്റ് ആയിട്ടുള്ള എന്റെ ബ്രെയിനിലിട്ട പാട്ട് ഇപ്പൊ പറയാ. വളരെ മധുരമുള്ള പാട്ടാ അത്. നാക്കിന്റെ തുമ്പത്തുണ്ട്. ആ ബിസ്ക്കറ്റ് ഇരിക്കുന്നോണ്ടായിരിക്കും വരാത്തത്. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് നാസിക് റെയിൽവേയിലാണ്. നാസിക് റോഡിലാണ് നിൽക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര്. ആൾക്കാര് മരിക്കണില്ലേ? നമ്മുടെ ഇവിടെ എത്തിയപ്പോ സമയം 5:45. കമ്പനിയുടെ റബഡിയാണ്. അപ്പോൾ റബഡി ഇത് കുറച്ചുകൂടി ഫാഷനിലുള്ള ഇവർ എഴുതിയിട്ടുണ്ട് റബഡി. ഡി ഒക്കെ കളഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് ലോങ് ഒക്കെ പോകുന്നവർ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. അവനെ വിളിച്ചോ അവനെ ഹിന്ദി വിളിച്ചാൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് പ്രത്യേകം പറഞ്ഞേക്കാം. എന്തെങ്കിലും തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ വിളിക്കേണ്ട ഇൻസ്റ്റാഗ്രാം പേജ് താഴെ റൈഡർ ബ്ലൂ. ഓക്കെ ബാലൻസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതാണ്. ഇപ്പൊ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വയറായതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നതായിരിക്കും. ഗൈസ് റബഡി അൺബോക്സിംഗ് ഗൈസ്. എവര് റബഡിക്ക് തുടങ്ങി. റബഡി ഓട്ടപ്പ ഗൈസ്. ഇതിന്റെ അകത്ത് ഇല്ല ഗൈസ്. തുമാര റബഡി ഫുള്ള് ഹേ. ഇതാണ് റബഡി. അപ്പോൾ സാധനം അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യാം. കൊള്ളാം. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോഴേ നമുക്ക് മറ്റേ പേട കഴിച്ചതിന്റെ ഒരു ചെറിയ ഫീൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പേടയുടെ ആവശ്യം അപ്പുറത്ത് നിന്നാണ്, അല്ലാതെ സ്വന്തമായിട്ട് അറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ആഗ്ര കണ്ടിലേക്ക് ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ എന്താ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും നമ്മൾ യാത്ര പറയാണ്. അപ്പോൾ ഹാപ്പി ജേണി ജാൻ ബ്രോ, ആദിത്യൻ. അപ്പോൾ എല്ലാവരും പോയി അടിച്ചു പൊടിച്ചിട്ടൊക്കെ വാ. എവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ഒരു ഹായ്. അങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് പരിചയപ്പെട്ട ഞങ്ങളുടെ വ്ളോഗിൽ ചേർക്കാൻ കഴിഞ്ഞു. ആമിയുടെ അച്ഛനാണ്. ഹായ് ആമി, ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ വന്ന ട്രെയിനിൽ നിന്ന് ഞങ്ങൾ ആഗ്ര കണ്ടിൽ ഇറങ്ങുകയാണ് ഗൈസ്.